ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഹൃദയത്തിന് പറ്റാത്തത് എന്നുള്ളതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി നല്ലതുപോലെയുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ അതിൽ പെടുന്നതാണ്, വൈറ്റമിൻ സി ഉൾപ്പെട്ടത്. നമുക്ക് കോക്കനട്ട് ഓയിൽ തീർച്ചയായിട്ടും ബെസ്റ്റ് തന്നെയാണ്. മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ, അമിതമായിട്ടുള്ള കോക്കനട്ട് ഓയിലും അത് അമിതമായി റിഫൈൻ ചെയ്ത കോക്കനട്ട് ഓയിൽ നന്നല്ല. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണല്ലോ ഹൃദയം. ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന് ജീവനില്ല. എന്നാൽ ഈ ഒരു ഹൃദയത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഹൃദയത്തിന് പറ്റാത്തത് എന്നുള്ളതാണ്. ശരിക്ക് ഏതൊരു അവയവത്തിൻ്റെയും അല്ലെങ്കിൽ ജനറൽ ഇമ്മ്യൂണിറ്റിക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, ഇമ്മ്യൂണിറ്റി നമ്മളൊരു ഭാഗത്തു നിന്ന് തന്നെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വേറൊരു വശത്ത് അതിനെ കൗണ്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ശരീരത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒഴിവാക്കണം. അപ്പോൾ ഹൃദയത്തിന് പറ്റാത്തതും പറ്റുന്നതുമായിട്ടുള്ള, ഹൃദയത്തിൻ്റെ ഫംഗ്ഷനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ഭക്ഷണക്രമങ്ങൾ നോക്കാം. ഹൃദയത്തിന് പറ്റാത്തത് എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്മോക്കിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്മോക്കിംഗ് കാർഡിയോവാസ്കുലർ അസുഖങ്ങളുടെ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ആൽക്കഹോൾ വേറൊരു ഡ്രിങ്കാണ്. അതുപോലെ എന്ത് അഡിക്ഷൻസും ആയിക്കോട്ടെ, അഡിക്ഷൻ ഫോമിലുള്ള എന്തും, ചായ ആയാലും കാപ്പി ആയാലും ഒക്കെ അമിതമായി കഴിക്കുന്ന ശീലം നല്ലതുപോലെ ഒഴിവാക്കുക. ജങ്ക് ഫുഡ് നല്ലതുപോലെ ഒഴിവാക്കുക. അതുപോലെ പഞ്ചസാര ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ. കാരണം ഈ പഞ്ചസാര ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഹാർട്ട് ഇമ്പാക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ അല്ല. മറ്റ് അവയവങ്ങളുടെ പ്രവർത്തന വൈകല്യം അൾട്ടിമേറ്റ്ലി സ്വാഭാവികമായിട്ടും ഹൃദയത്തെ തന്നെയാണ് ബാധിക്കുക. ഹൃദയത്തിന് എക്സ്ട്രാ സ്ട്രെസ് എടുക്കേണ്ടി വരുന്നു. ഡയബറ്റീസ് ആയാലും കിഡ്നി അസുഖങ്ങളായാലും ലിവറിൻ്റെ പ്രശ്നമായാലും അമിതവണ്ണമായാലും ഒക്കെ തന്നെ ഹൃദയത്തിനാണ് അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നത്. അതുകൊണ്ട് റിഫൈൻഡ് കാർബ്സ്, റിഫൈൻഡ് ഷുഗർ ഒക്കെ തന്നെ മാക്സിമം ഒഴിവാക്കുക. റെഗുലറായിട്ടുള്ള എക്സസൈസ്, അതുപോലെ കൃത്യമായ ഉറക്കം. ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ ആ ഒരു കാര്യം സെറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ചിന്തിക്കുമ്പോൾ ഹൃദയ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളത് പാരമ്പര്യ ഘടകങ്ങളുള്ളവർക്കാണ്. ഫോർ എക്സാമ്പിൾ, ഹൈപ്പർ ടെൻഷൻ ഫാമിലിയിലുള്ളവർക്കോ, സ്ട്രോക്കിൻ്റെ ഹിസ്റ്ററി ഉള്ളവർക്കോ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ഹിസ്റ്ററി ഫാമിലിയിലുള്ളവർക്കോ ഒക്കെ ഈ ഒരു സാധ്യത കുറച്ചുകൂടി കൂടുതലായിരിക്കാം. ഈ ഒരു ഡയറ്റ് പാറ്റേൺ ഒക്കെ പറയുമ്പോൾ പലരും ചിന്തിക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരു പക്ഷേ കമൻസൊക്കെ തന്നെ പറയാറുള്ളത്, അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് പ്രശ്നമില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ ജീൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസോർഡർഡായിട്ട് ജീവിച്ചാലും, ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഡിസോർഡർ ആണെങ്കിലും ആ ഒരു ജീനിൻ്റെ ഒരു ബലത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ അത് പല കാര്യങ്ങളിലും, ഇപ്പോൾ നമ്മുടെ മുടിയുടെ കാര്യത്തിലൊക്കെ തന്നെ നമുക്കത് പലപ്പോഴും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ വളരെ അൺഹെൽത്തി ആയിട്ട് തോന്നുന്ന ചില വ്യക്തികൾ 90-100 വയസ്സ് വരെയൊക്കെ ഇരിക്കുന്നവരുണ്ടാകാം. അവിടെയെല്ലാം അവർക്ക് ആ സ്ട്രോങ് ജീനുള്ളത് കൊണ്ട് അവരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ബാധിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. എന്നാൽ ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള അസുഖങ്ങൾ ഓൾറെഡി ഉള്ളവർ, ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളുള്ളവർ, ഹാർട്ടിൻ്റെ വാൽവ് ഫങ്ഷൻ തകരാറുകളുള്ളവർ, അതുപോലെ തന്നെ റിഥം, ഹാർട്ടിൻ്റെ ഒരു റിഥമുണ്ടല്ലോ, അതിൽ വ്യതിയാനങ്ങളുള്ളവർ, അല്ലെങ്കിൽ മറ്റ് കിഡ്നി അസുഖങ്ങൾ, മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുള്ളവർ, ഇവരൊക്കെ തന്നെ ഈ ഒരു ഹൃദ്രോഗ സാധ്യത കൂടുതലുള്ളവരാണ്. അവർക്ക് ഈ ഒരു ഭക്ഷണക്രമമൊക്കെ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായേക്കാം. എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. എന്നാലും നമ്മൾ എപ്പോഴും നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു അസുഖമുള്ള വ്യക്തിയാകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റേതൊരു അസുഖം വരുന്നത് വരെ ഒരുപക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാം. ഇനി ഭക്ഷണക്രമം പറയുമ്പോഴും എല്ലാവർക്കും ഒരേ പോലത്തെ ഒരു ഭക്ഷണം സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന്, നല്ലതുപോലെ അധ്വാനിക്കുന്ന ഒരു ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഒരു കൂലി വർക്കർ പോലെയുള്ള ഒരാൾ കഴിക്കുന്ന ഭക്ഷണക്രമം അല്ല ശരിക്കും ഒരു ഓഫീസ് വർക്ക്, സെഡൻഡറി, അതായത് അധികം ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി കഴിക്കേണ്ടത്. രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. ഇപ്പോൾ നമ്മൾ കാർബ്സ് കുറയ്ക്കാൻ വേണ്ടി എല്ലാവരോടും പറയും, പക്ഷേ നല്ല അധ്വാനമുള്ള ഒരു വ്യക്തിക്ക് ആ കാർബ്സിനെ അപ്പോൾ യൂട്ടിലൈസ് ചെയ്ത് പോകാനുള്ള ഒരു എനർജി ഔട്ട്പുട്ട് അവിടെയുണ്ട്. അതുകൊണ്ട് അവർ ഇത്തിരി കാർബ്സ് കൂട്ടി കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അതേപോലെ മറ്റൊരു
അധികം ആക്ടിവിറ്റി ഇല്ലാത്തൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ളൊരു വ്യക്തിക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളുള്ളൊരു വ്യക്തി, ഇപ്പോൾ പ്രോട്ടീൻ നല്ലതാണെന്നുള്ള കൺസെപ്റ്റിൽ കിഡ്നി അസുഖങ്ങളുള്ളൊരു വ്യക്തിയാണെങ്കിൽ പ്രോട്ടീന് ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഭക്ഷണക്രമം തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെപ്പറ്റി കൃത്യമായ ധാരണ ഇല്ലെങ്കിൽ നിങ്ങളൊരു നിർദ്ദേശത്തോടു കൂടി ചെയ്യുന്നതായിരിക്കാം നല്ലത്. അപ്പോൾ ഭക്ഷണക്രമങ്ങളിൽ ആദ്യം നമുക്ക് ചിന്തിക്കാവുന്നത് മില്ലറ്റ്സ് നല്ലൊരു ഓപ്ഷനാണ്. മില്ലറ്റ്സ് ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെങ്കിലും അത്തരത്തിലുള്ള ധാന്യങ്ങൾ, ഓട്സ് ആയാലും ബാർലി ആയാലും മറ്റ് മില്ലറ്റ്സിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട റാഗി, അതൊക്കെ തന്നെ കുറച്ചുകൂടി സാധാരണ അരി ഗോതമ്പിനേക്കാൾ കുറച്ചും കൂടി ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷണമാണ്. അതിൽ തന്നെ ഓട്സ് ബാർലിയൊക്കെ കുറച്ചും കൂടി, പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ടൈപ്പ് 2 ഡയബറ്റീസ് പോലെ അസുഖമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മില്ലറ്റ്സ് പോലെയുള്ള ഭക്ഷണങ്ങൾ കുറച്ചുകൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള റിഫൈൻഡ് കാർബ്സും ഡയറക്റ്റായിട്ടുള്ള അരി ഗോതമ്പൊക്കെ അളവ് നല്ലതുപോലെ കുറച്ച് അതിലേക്ക് ഇത് കുറച്ച് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ശരീരത്തിന് ഫൈബർ റിച്ച് ആയിട്ടുള്ളതും ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഭക്ഷണങ്ങളാണ്. അതിൽ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി നല്ലതുപോലെയുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. സിട്രസ് ഫ്രൂട്ട്സൊക്കെ അതിൽ പെടുന്നതാണ്, വൈറ്റമിൻ സി ഉൾപ്പെട്ടത്. പക്ഷേ നിങ്ങൾ വീണ്ടും ടൈപ്പ് 2 ഡയബറ്റീസ് പോലെയുള്ള അസുഖമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക നന്നാവുക ബെറീസ് ആയിരിക്കും. ഇപ്പോൾ സ്ട്രോബെറി, ഞാവൽപ്പഴം പോലെയുള്ളതോ അല്ലെങ്കിൽ റാസ്ബെറി, അങ്ങനെ ഇന്ന് പലതും അവൈലബിൾ ആണ്. അപ്പോൾ സീസണലി അവൈലബിൾ ആയിട്ട് നമ്മുടെ ലോക്കലി ഇത് പലതും നമുക്ക് അത്ര അവൈലബിൾ അല്ല. എന്നാലും വളരെ മോഡറേറ്റ് അളവിൽ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ബെറീസ് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ഷുഗർ കണ്ടൻറ്റും കുറവാണ്, കുറച്ചുകൂടി ഫൈബർ റിച്ചുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഹാർട്ടിന് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബെറീസിൽ ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ഗാർലിക്, വെളുത്തുള്ളി നല്ല ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സ്പൈസാണ്. ഈ വെളുത്തുള്ളി മാത്രം പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളെയും പറ്റിയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടും. വെളുത്തുള്ളിയിൽ ഒരുപാട് നല്ല ഘടകങ്ങളുണ്ട് ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ദിവസേന രാവിലെ 2-3 വെളുത്തുള്ളിയുടെ ക്ലോവ്സ് അല്ലി അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റായിട്ട് കടിച്ച് വെച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കാം. പക്ഷേ അത് നിങ്ങൾ അസിഡിറ്റിയോ മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലാത്തവർക്ക് ആ രീതിയിൽ കഴിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളി ചേർത്ത് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ മെച്ചപ്പെടുത്താൻ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ചൂടാക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു രീതി, അത് കട്ട് ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ചൂടാക്കി ഉപയോഗിക്കുക. കട്ട് ചെയ്ത ഉടനെ ചൂടാക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അലിസിൻ എന്ന ഒരു മെയിൻ കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നല്ലൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഫിഷ്, മത്സ്യങ്ങൾ ഏവർക്കും അറിയുന്നത് പോലെ തന്നെ വളരെ നല്ല ഒരു ഓപ്ഷനാണ്. omega-3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ളതാണ്. ഹാർട്ടിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഘടകങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഫിഷ് ആസച്ച് പ്രത്യേകിച്ച് ചെറിയ മത്സ്യങ്ങളും പുഴ മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നാവും കടൽ മത്സ്യങ്ങളെ അപേക്ഷിച്ച്. കടൽ മത്സ്യങ്ങളിൽ പലതും ഈ മെർക്കുറി സാന്നിധ്യം, അതായത് ആയുർദൈർഘ്യം കൂടിയതും വലിപ്പം കൂടിയതുമായ ഫിഷുകളിൽ മെർക്കുറി സാന്നിധ്യം കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ മത്സ്യങ്ങളും പുഴ മത്സ്യങ്ങളും നിങ്ങൾക്ക് എപ്പോൾ കിട്ടുമ്പോഴും അതിൻ്റെ ഒരു മോഡറേറ്റ് അളവിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അത് ഹാർട്ടിന് വളരെ ഗുണകരമാണ്. ഒലീവ് ഓയിൽ നല്ല ഒരു ഓപ്ഷനാണ്. നമ്മുടെ കേരളീയ ഭക്ഷണത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒലീവ് ഓയിലിന് വലിയൊരു പ്രസൻസ് ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്ക് അറിയാത്തതും ഒരു കാരണമാണ്. എന്നാൽ പൂർണ്ണമായി ഒലീവ് ഓയിലിലേക്ക് മാറേണ്ട യാതൊരു ആവശ്യമില്ല. ദിവസേനയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മാക്സിമം അത് നിങ്ങൾ ഡയറക്റ്റായിട്ട്, നമുക്ക് ആർക്കും തന്നെ ഒലീവ് ഓയിൽ നമ്മുടെ പാചകങ്ങളിൽ ഉപയോഗിച്ച് ശീലമില്ലാത്തത് കൊണ്ട് അത് അത്ര പാലറ്റബിൾ അല്ല, നമുക്ക് രുചികരമല്ല. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗോതമ്പിൻ്റെ മാവ് കുഴയ്ക്കുകയാണെങ്കിൽ അതിൽ ഒരു സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഇതേപോലത്തെ പ്രിപ്പറേഷൻസിൽ ടോപ്പിംഗ് ആയിട്ടോ ഒരു സാലഡ് ഡ്രസ്സിംഗ് ആയിട്ടോ ഒക്കെ തന്നെ ഒലീവ് ഓയിൽ കുറച്ച് ആഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒലീവ് ഓയിൽ മെഡിറ്ററേനിയൻ ഡയറ്റാണ് ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഡയറ്റായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. കാരണം
ആ മെഡിറ്ററേനിയൻ ഏരിയയിലുള്ള ആൾക്കാരുടെ ഡയറ്റിൽ അവർക്ക് പലതരം അസുഖങ്ങളും നിന്നും അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കൊക്കെ തന്നെ മറ്റ് ഗ്രൂപ്പിലുള്ള മറ്റ് ജിയോഗ്രാഫിക്കൽ ഏരിയയിലുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മെഡിറ്ററേനിയൻ ഡയറ്റ് നല്ലൊരു ഡയറ്റായിട്ടാണ് കണക്കാക്കപ്പെട്ടുള്ളത്. അവരുടെ ഡയറ്റിലെ ഒരു പ്രധാന ഘടകമാണ് ഒലീവ് ഓയിൽ. പറയുന്നത് അവരൊക്കെ ഏകദേശം ഒരു 30 to 40 ലിറ്റേഴ്സ് പെർ ഇയറൊക്കെ അവർ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ തീർച്ചയായിട്ടും ബെസ്റ്റ് തന്നെയാണ്. മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ, അമിതമായിട്ടുള്ള കോക്കനട്ട് ഓയിലും അത് അമിതമായി റിഫൈൻ ചെയ്ത കോക്കനട്ട് ഓയിൽ നന്നല്ല. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഒലീവ് ഓയിൽ നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് അളവിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അത് ഹാർട്ടിന് നല്ല രീതിയിൽ ഗുണം ചെയ്യാവുന്നതാണ്. ചായ ആദ്യം ഞാൻ പറഞ്ഞു, അഡിക്ഷൻ ഫോമിൽ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. വളരെ മിതമായ രീതിയിൽ കട്ടൻ ചായ, അത് തന്നെ ഓർഗാനിക് ടീ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് അടിക്കുന്ന ഒരു വസ്തുവാണ് ചായ ഇലകളിൽ, തേയിലയിൽ ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സർട്ടിഫൈഡ് ഓർഗാനിക് ടീ കിട്ടുകയാണെങ്കിൽ ദിവസേന ഒരു വളരെ ലൈറ്റായിട്ടുള്ള 1-2 ചായ കുടിക്കുന്നത്, അതിൽ ഫ്ലേവനോയിഡ്സ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നല്ലതുപോലെയുണ്ട്. അത് തീർച്ചയായിട്ടും ഹാർട്ടിന് ഒരു പരിധി വരെ ഗുണം ചെയ്യും. ഈ പറഞ്ഞ ഭക്ഷണങ്ങളിലൊക്കെ പ്രധാന ഘടകമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ്, അതായത് നമ്മുടെ ശരീരത്തിൽ നല്ല കലകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയുന്ന ഭക്ഷണങ്ങളാണ് ഒട്ടുമിക്കതും പറഞ്ഞത്. അത് ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഒഴിവാക്കാനും പറഞ്ഞത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള മെക്കാനിസം ഇതാണ്. അപ്പോൾ ഈ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ ഭക്ഷണത്തിൽ വ്യതിയാനങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് പോലെയോ ഹാർട്ട് അസുഖങ്ങൾക്കുള്ള സാധ്യത കൂടുതലോ ഓൾറെഡി ചില അസുഖങ്ങളുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ഹെൽത്തിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതിനോടൊപ്പം തന്നെ ഹാർട്ടിനെ സഹായിക്കുന്ന രീതിയിലുള്ള മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ്, കൃത്യമായ ഉറക്കം, കൃത്യമായ വെള്ളം കുടിക്കൽ, ഇതൊക്കെ ഒരു അസുഖത്തിലും വിട്ടുകളയാൻ പറ്റില്ല. ഇതൊക്കെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഹെൽത്തിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് കുറച്ചുകൂടി സംരക്ഷണം ലഭിക്കും. ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.